അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ മാമിയുടെ വീട്ടിൽ പോണ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എൻ്റെ മാമിയുടെ വീട് തമിഴ്നാടാണ്. അപ്പോൾ പോണ വഴിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് കഴിഞ്ഞ വീഡിയോകളിലായിട്ട് വന്ന കമൻറ്റുകളുടെ റിപ്ലൈയും ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. ഫസ്റ്റത്തെ കമൻറ്റ് ഇതാണ്: ഞാൻ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴാണ് ഷിർക്കാണെന്ന് മനസ്സിലായത്. അള്ളാഹു എനിക്ക് പുറത്ത് തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് നമ്മളെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഷിർക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ചിലപ്പോൾ കറക്റ്റായിട്ട് നിസ്കരിക്കുന്നവരായിരിക്കും, ഖുർആൻ ഓതുന്നവരായിരിക്കും, നോമ്പ് പിടിക്കുന്നവരായിരിക്കും, അള്ളാഹുവിനെ അത്രയും സ്നേഹിക്കുകയും പേടിക്കുകയും ചെയ്യുന്നവരായിരിക്കും. പക്ഷേ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഷിർക്ക് ചെയ്തു പോണവരുമായിരിക്കും. ചുറ്റുപാടിൽ നോക്കുമ്പോൾ നമുക്ക് ഷിർക്കിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു ഫാമിലി നല്ലപോലെ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹു പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ ഫാമിലിയിൽ ഒരാൾക്കൊരു അസുഖം വന്ന്, അപ്പോൾ ഡോക്ടർമാരെ കാണിക്കുമ്പോൾ പെട്ടെന്നൊന്നും അസുഖം മാറിയെന്ന് വരത്തില്ല. അപ്പോൾ വേറെ ആരെങ്കിലും പറഞ്ഞറിയും വേറൊരു റിലീജിയൻ്റെ നേർച്ചയൊക്കെ ചെയ്താൽ നമ്മുടെ അസുഖമൊക്കെ പെട്ടെന്ന് മാറുമെന്ന്. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരാളെ ഡയറക്റ്റായിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ അസുഖം മാറുമെന്ന്. അങ്ങനെ അവരത് ചെയ്യാൻ തുടങ്ങും. ഇതെന്താണ്? ഷിർക്കാണ്. നമ്മൾ മറ്റൊരു റിലീജിയൻ്റെ നേർച്ചയൊക്കെ ചെയ്യുന്നതിന് അർത്ഥം എന്താണ്? നമ്മൾ അവരുടെ ദൈവത്തിന് ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അവരുടെ ദൈവത്തിൻ്റെ ശക്തി കാരണം അസുഖം മാറുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ്? അള്ളാഹുവിൻ്റെ ശക്തി അവർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനർത്ഥം അള്ളാഹുവിനെ പങ്കു ചേർക്കുന്നു എന്നാണ്. അതാണ് ഷിർക്ക്. പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കും കഴിവുണ്ട് എന്ന് വിചാരിക്കുന്നത്, അള്ളാഹുവിനെ പോലെ രോഗങ്ങൾ മാറ്റാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിക്കും കഴിവുണ്ടെന്ന് പറയുന്നത് അള്ളാഹുവിനെ പങ്കു ചേർക്കുന്നതാണ്. അതും ഷിർക്കാണ്. ഇതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഷിർക്ക് എന്താണെന്ന് നല്ലപോലെ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഇനി കമൻറ്റിൽ ചോദിച്ചത് അള്ളാഹു ഷിർക്ക് പുറത്ത് തരുമോ എന്നാണ്. സൂറ അൻ-നിസായിലെ 48-ാമത്തെ ആയത്ത് നോക്കാം നമുക്ക്. തന്നോട് പങ്കുചേർക്കപ്പെടുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതായത് ഷിർക്ക് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതൊഴിച്ചുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ആർ അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നുവോ അവൻ തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത്. സ്കോളേഴ്സ് ഈ ആയത്തിനെ പറ്റി പറയുന്നത് അള്ളാഹു പുറത്ത് തരാത്തത് നമ്മൾ ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിക്കുമ്പോഴാണ്. നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ അള്ളാഹു പുറത്ത് തരത്തില്ല. അല്ലെങ്കിൽ ഷിർക്ക് ചെയ്തു പോയി നമ്മളെ ജീവിതത്തിൽ നമ്മൾ തൗബ ചെയ്യാതെ അള്ളാഹുവിനോട് നമ്മൾ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാതെ മരിച്ചു പോയാൽ അള്ളാഹു പുറത്ത് തരത്തില്ല. ആരെങ്കിലും ഷിർക്കുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യണം. അടുത്ത കമൻറ്റ് ഖുർആൻ മടിയില്ലാതെ റിസൈറ്റ് ചെയ്യാൻ ടിപ്സ് പറയുമോ എന്നാണ്. നമുക്ക് ഖുർആൻ മടിയില്ലാതെ ഓതണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് തീരുമാനിക്കേണ്ട കാര്യം ഇന്ന് തൊട്ട് എല്ലാ ദിവസവും ഞാൻ എന്നും ഖുർആൻ ഓതുമെന്നാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളൊരു ഗോൾ വെക്കണം. ഈ ദിവസത്തിനുള്ളിൽ നമ്മൾ ഇത്രയും ജിസു തീർക്കും അല്ലെങ്കിൽ ഒരു ഹത്തം തീർക്കും എന്ന ഗോൾ വെച്ചിട്ട് നമ്മൾ ഖുർആൻ ഓതണം. അപ്പോൾ നമുക്ക് ആ ഗോൾ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഖുർആൻ ഓതും, മടിയൊന്നും ഇല്ലാതെ. അടുത്ത കമൻറ്റ് ഇതാണ്: ഈ വർഷം ഞാൻ വല്ലപ്പോഴുമൊക്കെ നിസ്കരിച്ചിട്ടുള്ളൂ, കറക്റ്റായിട്ട് നിസ്കരിച്ചിട്ട് പോലുമില്ല. എനിക്ക് അടുത്ത വർഷമെങ്കിലും കറക്റ്റ് നിസ്കരിക്കാനും ഒരു നല്ലൊരു മുസ്ലിമ ആവാനും ഒന്ന് പറഞ്ഞു തരുമോ? എനിക്ക് ഭയങ്കര മടിയാണ്, അത് മാറാനും പറഞ്ഞു തരണേ എന്ന്. ഇന്ന് 2026 ഫസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഒരു ബുക്ക് എടുത്ത് അല്ലെങ്കിൽ ഒരു ഡയറി എടുത്ത് അള്ളാഹുവിന് ലെറ്റർ എഴുതണം. അള്ളാഹുവെ, ഞാൻ ഇനി ഒരിക്കലും മരിക്കുന്നവരെയും ഒരു നിസ്കാരവും നഷ്ടപ്പെടുത്തത്തില്ല. അതിനുള്ള ശക്തി എനിക്ക് തരണേ റബ്ബേ, മനസ്സെനിക്ക് തരണേ റബ്ബേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന് ലെറ്റർ എഴുതണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം കാണുമല്ലോ. അപ്പോൾ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് പറയണം: അള്ളാഹുവേ, ഞാൻ ഇനി മുതൽ എല്ലാ നിസ്കാരവും നിസ്കരിച്ചോളാം റബ്ബേ. നിസ്കരിച്ചില്ലെങ്കിൽ നീ എനിക്ക് ആ ആഗ്രഹം സാധിച്ചു തരണ്ട റബ്ബേ എന്ന് പറയണം. അപ്പോഴും നമുക്ക് നിസ്കാരം നഷ്ടപ്പെടുത്താൻ തോന്നത്തില്ല. ഇപ്പോൾ കറക്റ്റായിട്ട് നിസ്കരിക്കാത്ത ഒരാളാണ് നിസ്കരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ സുബഹിക്ക് എണീക്കാനെങ്കിൽ താമസിച്ചു പോകും. അപ്പോൾ അല്ലോ സുബഹി പോയല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ ഉണരുന്ന ആ സമയത്ത് തന്നെ നമ്മൾ സുബഹി ഖളാ ആയിട്ട് നിസ്കരിക്കണം.
പിന്നെ നമ്മൾ ഓരോ ദിവസവും എല്ലാ നിസ്കാരവും നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കണം മനസ്സിൽ രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ ഇന്നത്തെ ദിവസത്തിൽ എല്ലാ നിസ്കാരവും നിസ്കരിച്ച്, പിന്നെ പിറ്റേ ദിവസമാകുമ്പോൾ ഞാൻ 2 ദിവസമായിട്ട് എല്ലാ നിസ്കാരവും നിസ്കരിച്ച്, ഒരാഴ്ചയാകുമ്പോൾ ഒരാഴ്ചയിലെ എല്ലാ നിസ്കാരവും നിസ്കരിച്ച്, ഒരു മാസമാകുമ്പോൾ ഒരു മാസത്തിലെ എല്ലാ നിസ്കാരവും ഞാൻ നിസ്കരിച്ച് നഷ്ടപ്പെടുത്താതെ, ഒരു വർഷമാവും 2 വർഷമാവും അങ്ങനെ ഓരോ വർഷവും കഴിയുമ്പോഴും ഇങ്ങനെ ആലോചിക്കണം ഞാൻ അന്ന് തൊട്ട് എല്ലാ നിസ്കാരവും നഷ്ടപ്പെടുത്താതെ നിസ്കരിച്ചിട്ടുണ്ട് എന്ന്. നമ്മൾ കറക്റ്റായിട്ട് എല്ലാ നിസ്കാരവും നിസ്കരിച്ച് തുടങ്ങിയാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനും അടുക്കാനുമൊക്കെ തുടങ്ങും. പിന്നെ അള്ളാഹുവിലേക്ക് അടുക്കുവാനും ബെറ്റർ മുസ്ലിം ആവാനും മടിയില്ലാതെ എന്ന് നിസ്കരിക്കാനും ഖുർആനും ഓതാനും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഇനി ഞാൻ ഒരു കമൻറ്റ് വായിക്കാം. ഈ മെസ്സേജ് കാണുന്ന എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എനിക്ക് ഡിസ്ക് ബൾജാണ്. എനിക്ക് 2 പൊടി മക്കൾ ഉണ്ട്. അവർക്ക് ഞാനേ ഉള്ളൂ. സർജറി കൂടാതെ എൻ്റെ അസുഖം പൂർണ്ണമായി ശിഫ നൽകാൻ ദുആ ചെയ്യണം. പടച്ചവൻ വിചാരിച്ചാൽ മാറാത്തതായി ഒരു രോഗവും ഇല്ലല്ലോ, ആമീൻ എന്നാണ്. എല്ലാവരും ഈ കമൻറ്റ് കാണണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറയുന്നത്. അപ്പോൾ എല്ലാവരും നിസ്കരിക്കുമ്പോൾ ഇവർക്ക് വേണ്ടിയും കൂടി ഒന്ന് ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് റജബ് മാസത്തെ പറ്റി പറയുമോ എന്നാണ്. റജബ് മാസം എന്ന് പറയുന്നത് 4 പരിശുദ്ധ മാസങ്ങളിൽ ഒന്നാണ്. ഈ മാസത്തിൽ നമ്മൾ തിന്മകൾ ചെയ്താൽ നമുക്ക് ഒരുപാട് ശിക്ഷ ലഭിക്കുകയും നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന മാസവും കൂടെയാണ്. റജബ് മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഹൃദയത്തെയും നമ്മളെ ഇബാദത്തുകളെയും നമ്മളെ ഹാബിറ്റുകളെയും എല്ലാം റമളാൻ മാസത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കണം. നമ്മൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാൻ ശ്രമിക്കണം. ഇനിയിപ്പോൾ കഴിഞ്ഞ റമളാൻ മാസത്തിൽ വിട്ടുപോയ നോമ്പുകൾ പിടിക്കാത്തവരാണെങ്കിൽ ആ നോമ്പൊക്കെ ഈ മാസത്തിൽ തന്നെ പിടിച്ച് തീർക്കണം. നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്ക് തൗബ ചെയ്യുന്നത് വർദ്ധിപ്പിക്കണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. എന്നും ഖുർആനൊന്നും ഓതാത്തവരാണെങ്കിൽ നമ്മൾ ഖുർആൻ ഓതുന്നത് എന്നും പതിവാക്കണം. ഈ മാസത്തിൽ നമ്മൾ സൽക്കർമ്മം ചെയ്താൽ നമുക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ തെറ്റുകൾ ചെയ്താലും നമുക്ക് ഒരുപാട് ശിക്ഷകൾ കിട്ടും. അപ്പോൾ നമ്മൾ തിന്മകളിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നുമൊക്കെ മാറി നിൽക്കണം. എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു. ആ കമൻറ്റ് നോക്കിയിട്ട് ഇപ്പോൾ കാണുന്നില്ല. ഫസ്റ്റ് ഡെലിവറി നോർമലായിരുന്നു, പിന്നെ സെക്ഷൻ ആയിരുന്നു ഡെലിവറി. അപ്പോൾ എനിക്ക് അള്ളാഹു എന്തിനാണ് ഈ പരീക്ഷണം തന്നതെന്ന് ഓർത്തിട്ട് ഇപ്പോഴും ഭയങ്കര വിഷമമാണെന്ന്. ഇത് പരീക്ഷണമാണ് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വിഷമം. ഇത് പരീക്ഷണമാണോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കണം. എത്രയോ പേർക്ക് നോർമൽ ഡെലിവറിയും സെക്ഷനും ഒക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ആപത്ത് വരുന്നു, കുഞ്ഞിന് ആപത്ത് വരുന്നു. അതുപോലെയൊന്നുമില്ലല്ലോ. അള്ളാഹു പൂർണ്ണ ആരോഗ്യം 2 പേർക്കും തന്നില്ലേ. അതിന് അള്ളാഹുവിനടുത്ത് അൽഹംദുലില്ലാ പറഞ്ഞ് നമ്മൾ ജീവിക്കണം. അല്ലാതെ ഇത് പരീക്ഷണമാണെന്ന് നമ്മൾ വിചാരിച്ചാൽ എപ്പോഴും നമുക്ക് വിഷമമേ കാണൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും പരീക്ഷണമായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ നമ്മളെക്കാട്ടി കുറഞ്ഞവരെ ആലോചിക്കണം. എന്നിട്ട് നമുക്ക് തന്ന അനുഗ്രഹത്തിന് അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ അൽഹംദുലില്ലാ പറയണം. ഇതുവരെ വന്ന എല്ലാ കമൻറ്റുകൾക്ക് ഞാൻ റിപ്ലൈ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ എൻ്റെ മാമിയുടെ വീട്ടിൽ പോണ വഴിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എൻ്റെ മാമിയുടെ വീട് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഒരു 6 മണിക്കൂറെങ്കിലും ട്രാവൽ ചെയ്താലേ അവിടെ എത്തത്തുള്ളൂ. പോണ വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കാണാൻ. മാമിക്ക് മോളും മോനുമാണ് ഉള്ളത്. മോള് എന്നെക്കാട്ടി 1 വയസ്സിന് ഇളയതാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞിലെ തൊട്ടേ നല്ല ഫ്രണ്ട്സായിരുന്നു. എനിക്ക് എൻ്റെ കുഞ്ഞുമാടെ മോനും മാമിയുടെ മോളും ഞാനുമായിരുന്നു കൊച്ചിലെ നല്ല ഫ്രണ്ട്സ്. എനിക്ക് ബോയ്സിൽ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല, ഒരുപാടല്ല, ഒരു ഫ്രണ്ട്സും ഇല്ല. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചപ്പോഴൊന്നും ആകെയുള്ള ഫ്രണ്ടാണ് എൻ്റെ കുഞ്ഞുമാടെ മോന്. അവനിപ്പോൾ ഗൾഫിലാണ്. അവനും ഞാനും സെയിം ഏജാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞിലെ സ്കൂളിൽ 1, 2 ക്ലാസ്സൊക്കെ ഒരുമിച്ചാണ് പഠിച്ചത്. പിന്നെ കോളേജായപ്പോൾ ഒരു കോളേജായി, ഡിപ്പാർട്ട്മെൻറ്റ് വേറെയായിരുന്നു. പിന്നെ എൻ്റെ കുഞ്ഞുമാക്കൊരു മോളുണ്ട്. എൻ്റെ കുഞ്ഞുമാടെ മോളും പിന്നെ എൻ്റെ മൂത്ത ഇത്തായും സെയിം ഏജാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇത്തായും സെക്കൻഡ് ഇത്തായും കുഞ്ഞുമാടെ മോളുമായിരുന്നു ഫ്രണ്ട്സ്. പിന്നെ ഞാനും എൻ്റെ കുഞ്ഞുമാടെ മോനും മാമിയുടെ മോളുമായിരുന്നു ഫ്രണ്ട്സ്. നമ്മൾ പോണ വഴിക്കാണ് തെന്മലയൊക്കെ. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇറങ്ങിയായിരുന്നു. അവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. പാലരുവി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് നമ്മൾ കയറിയായിരുന്നു.
എനിക്ക് ബോയ്സായിട്ട് ഫ്രണ്ട്സ് ഇല്ലാതെ ഉള്ളായിരുന്നു. പിന്നെ എനിക്ക് സ്കൂളിലും കോളേജിലുമൊക്കെ നല്ല കുറേ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും അങ്ങനെ എല്ലാ റിലീജിയനിലുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ പോണത്. ഞാൻ കൊച്ചിയിലെ 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ തമിഴ്നാട്ടിൽ പോയിട്ടുള്ളത്. കൂടുതലും വെക്കേഷനൊക്കെ ആകുമ്പോഴത്തേക്കും മാമി ഇങ്ങോട്ടാണ് വരാറുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകത്തുള്ളായിരുന്നു. എൻ്റെ മാമിയുടെ മോളെ കല്യാണം ആവാറായി. അവളെ കല്യാണം മാർച്ചിൽ, അത് കഴിഞ്ഞിട്ട് ഏപ്രിലിൽ എൻ്റെ കല്യാണം. നമ്മുടെ കല്യാണം ഏകദേശം അടുത്തടുത്ത ഡേറ്റിലാണ്. തമിഴ്നാട്ടിൽ പോണത് ഇവളെ കല്യാണത്തിനേ പോകത്തുള്ളൂ. അവിടെ എത്തിയപ്പോഴത്തേക്ക് 2 മണിയൊക്കെ ആയായിരുന്നു. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ച് ലൊഹറൊക്കെ നിസ്കരിച്ച്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.